ഏറെ പ്രതീക്ഷകളോടെ വൻ ഹൈപ്പിലെത്തിയ ചിത്രമാണ് എമ്പുരാൻ. മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രം പ്രദർശനത്തിനെത്തിയതിനു പിന്നാലെ 263 കോടിയോളം നേടിയിരുന്നു. മലയാളത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റായിരിക്കുകയാണ് മോഹൻലാൽ ചിത്രം എമ്പുരാൻ. മലയാളം പതിപ്പ് മാത്രമായി 94 കോടി രൂപ നേടിയിട്ടുണ്ടെന്നും ഇനി 6 കോടിക്കടുത്തുണ്ടെങ്കിൽ 100 കോടി എന്ന മാന്ത്രിക സംഖ്യ ആ വിഭാഗത്തിലും എത്തുമെന്നുമാണ് ഇപ്പോൾ ട്രേഡ് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത്. മഞ്ഞുമൽ ബോയ്സിനെ വീഴ്ത്തി മോഹൻലാൽ ചിത്രം വിദേശത്തും ഒന്നാമത് എമ്പുരാൻ 100 കോടി തിയേറ്റർ ഷെയർ വരുന്ന ആദ്യ മലയാള ചിത്രവും കൂടിയായിട്ടുണ്ട്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്നുള്ള കണക്കാണ് ഇത്. തെന്നിന്ത്യയിൽ 100 കോടി ഷെയർ നേട്ടത്തിലേക്ക് അവസാനമെത്തുന്നത് മോളിവുഡാണ്. ചിത്രത്തിന്റെ ഫൈനൽ ഗ്രോസ് എത്ര വരുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ മലയാളി പ്രേക്ഷകരും ആരാധകരും. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായാണ് എമ്പുരാൻ എത്തിയത്. സംവിധായകൻ പൃഥ്വിരാജാണ് എന്നതാണ് മോഹൻലാൽ ചിത്രത്തിന്റെ മറ്റൊരു പ്രധാന ആകർഷണം. പൃഥ്വിരാജും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. 2025 ജനുവരി 26 ആദ്യ ടീസർ പുറത്തുവിട്ടുകൊണ്ട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പ്രമോഷൻ ജോലികൾ ആരംഭിച്ചിരുന്നു. പിന്നാലെ ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്തിയ രീതിയും ആരാധകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടി. ഓരോ നടീനടന്മാരും തങ്ങളുടെ കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തുവിടുന്നത് ഫെബ്രുവരി 9 മുതൽ ആരംഭിച്ച് അതവസാനിച്ചത് ഫെബ്രുവരി 26 വന്ന മോഹൻലാലിന്റെ ക്യാരക്ടർ പോസ്റ്ററോടുകൂടിയാണ്. മോഹൻലാൽ അവതരിപ്പിച്ച സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലെങ്കിൽ ഖുറേഷി അബ്രാം, പൃഥ്വിരാജ് അവതരിപ്പിച്ച സയ്യിദ് മസൂദ് എന്നിവരുടെ ക്യാരക്ടർ പോസ്റ്ററുകളും വീഡിയോകളുമാണ് ഫെബ്രുവരി 26 എത്തിയത്. ഓരോ ദിവസവും 2 കഥാപാത്രങ്ങളെന്ന കണക്കിൽ 18 ദിവസം കൊണ്ട് ചിത്രത്തിലെ 36 കഥാപാത്രങ്ങളെയായിരുന്നു പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.